ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അൺബോക്സിങ് വീഡിയോ. പർപ്പിളിൽ നിന്ന് 2 പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വന്നിരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീനും പിന്നൊന്ന് പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസറും ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ആ ഒരു ഷോർട്ട് വീഡിയോയുടെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീനിന്റെ റിവ്യൂ പറയുമോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീനിന്റെ റിവ്യൂവും പിന്നെ ഞാൻ വേറൊരു ഡോട്ട് ആൻഡ് ഗീയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫേസ് ക്രീം ആണ്, അതിന്റെയും കൂടെ റിവ്യൂ ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇതാണ് സൺസ്ക്രീൻ, ഡോട്ട് ആൻഡ് ഗീയുടെ വിറ്റാമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ. ഇതിൻ്റെ അകത്ത് SPF 50+, PA+++++, 4+ ഉണ്ട്. പിന്നെ ഫ്രേഗ്രൻസ് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. ഇത് 80 ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ബോട്ടിലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ട്യൂബ് സൈസിലെ സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഡ്യൂയി ഫിനിഷ് ആണ്, പിന്നെ ഡൾനെസ് മാറ്റും, ഡാർക്ക് സ്പോട്ട്സ് മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നമുക്കിത് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ വെച്ച് തന്നെ നേരിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു ലൂസായ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ഫിംഗർ റൂളിലോ 3 ഫിംഗർ റൂളിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് വന്നപ്പോഴത്തേക്കിനും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസിലിട്ട് നോക്കാൻ നേരം ഇത് ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി. ഇങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയുള്ള സൺസ്ക്രീൻ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും, ക്യാഷ് പോയോ, ഇത് ഭയങ്കര ഓയിലി ആക്കുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ ഇത് ഇട്ടിട്ട് പുറത്തൊക്കെ പോയി നമുക്ക് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ 6 hours കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഇത് റീഅപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് റീഅപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇപ്പം ഞാൻ ന്യൂട്രിജീന ആയിക്കോട്ടെ ഹൈഫൺ ആയിക്കോട്ടെ അത് ഭയങ്കര തിക്കായിട്ടുള്ളതായതുകൊണ്ട് തന്നെ റീഅപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര ഫേസിൽ കട്ടിയായിട്ടിരിക്കും. പക്ഷേ ഇത് റീഅപ്ലൈ ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂട്രിജീനയുടെയും ഹൈഫണിൻ്റെയും. അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സൺസ്ക്രീനാണ് ന്യൂട്രിജീനയും ഹൈഫണും. അതിൽ 2 ഏതാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ലെന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു ആ 2 സൺസ്ക്രീനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീൻ ആണ്. അത്രയ്ക്ക് നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. അടുത്തത് ഡോട്ട് ആൻഡ് ഗീയുടെ തന്നെ ഈ ഒരു ഫേസ് ക്രീം ആണ്. ഇത് റൈസ് വാട്ടർ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതും ഫ്രേഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. ഇത് 100 ഗ്രാമിൻ്റെ ട്യൂബാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ട്യൂബ് ഫുള്ള് ഞാൻ യൂസ് ചെയ്തു. ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് എയർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ അടിയിൽ കുറച്ചൊക്കെ ബാക്കി വന്ന കുറച്ച് ക്രീം കൂടി ഇങ്ങനെ ഞെക്കുമ്പോൾ വരും. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു ശകലം പോലും ഇല്ല. ഫുള്ള് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് 100 ഗ്രാമിൻ്റെ ട്യൂബാണ്, ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കും എന്ന് പറയുന്നുണ്ട്. കറക്റ്റാണ്, നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കും. നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ച് ഗ്ലോ ആവുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ ഒരു ക്രീം ഓയിലി സ്കിന്നുകാർക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്രീം സ്യൂട്ടായിട്ടുള്ളത് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനുമാണ്. ഓയിലി സ്കിന്നുകാർ ഈ ഒരു ക്രീം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ഒന്നുകൂടെ എക്സ്ട്രാ ഓയിലി ആക്കുന്നുണ്ട്. എൻ്റെ നേരത്തെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടാൽ അറിയാം, അതിനകത്ത് കമൻ്റൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്നതെന്ന്. അത് വേറൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ക്രീം ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും എന്നെ ഒരുപാട് ഓയിലി ആക്കുന്നുണ്ടായിരുന്നു. അതാണ്, വേറൊന്നുമല്ല. പിന്നെ നമ്മുടെ ഈ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീൻ ഇട്ടിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. നല്ല അടിപൊളി സൺസ്ക്രീൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഫേസിൽ വൈറ്റ് കാസ്റ്റിങ്ങോ ഇത്രയും നേരമായിട്ട് ഓയിലി ആക്കിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.